ഹായ് ഓൾ, ഇത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഗോള സൂചികയിലും മറ്റുമുള്ള ഇന്ത്യയിലെ റാങ്കിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മളോട് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം 2025 വസ്തുതയാണ് ആദ്യം പറയുന്നത്. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ലോക സന്തോഷ സൂചിക അല്ലെ. മിക്കവാറും ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, അതിനെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നവരാണല്ലോ. അപ്പോൾ ഇനി ഇൻ കേസ് സന്തോഷ സൂചിക എന്ന് ചോദിച്ചാൽ അത് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെന്നുള്ള ധാരണ മനസ്സിലേക്ക് എത്തിയേക്കണം കേട്ടോ. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കാണ് 118. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡ് ആണ്. പഠിച്ചു വെച്ചേക്കുക. ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇതിനു മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 118 ആണ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 118. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ്. നെക്സ്റ്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് 130. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക. ഒന്നുകിൽ മാനവ വികസന സൂചിക എന്ന് തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. കേട്ടാൽ അറിയാലോ. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിങ് 130 ആണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഐസ്ലൻഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ഹാപ്പിനെസ്സിൽ 118 ഉള്ളൂ. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 130 ആണ്. ഒന്നാം സ്ഥാനം ഐസ്ലൻഡ്. നെക്സ്റ്റ്, കറക്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി കുറവ് നടക്കുന്ന ആ കണക്കാണ് എടുക്കുന്നത്. അഴിമതി കുറവിൽ 96 ആണ് ഇന്ത്യയുടെ റാങ്കിങ്. ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്. ഓക്കെ, കറക്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക അഴിമതി കുറവാണെന്നുള്ളത്. അപ്പോൾ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 96. ഒന്നാം റാങ്ക് ഡെൻമാർക്ക്. നെക്സ്റ്റ്, ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ്, അതായത് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം എന്നൊക്കെ നമ്മൾ പറയില്ല. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 46 ആണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിയറ്റ്നാണ്. ഓസ്ട്രിയയിലെ വിയറ്റ്നാം. ഓക്കെ, അപ്പോൾ ഓസ്ട്രിയ എന്ന് പഠിച്ചാലും മതി കേട്ടോ. അപ്പം ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 2005 ആണ് പറയുന്നത്. ഇന്ത്യയുടെ റാങ്ക് 46 ആണ്. ഒന്നാം സ്ഥാനം ഓസ്ട്രിയ. ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ്, ഇന്റർനാഷണൽ അല്ലെ, അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്ത് സൂചിക എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ മലയാളം ചോദിക്കുവാണെങ്കിൽ ഇതിനെ നേരെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് എന്ന് തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം. സോ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്ന 42 ആണ്. ഫസ്റ്റ് റാങ്കിങ് ഫസ്റ്റ് ഏതാണ്? USA ആണ് കേട്ടോ. ഇപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 42 ആൻഡ് ഫസ്റ്റ് ഇൻ USA. ദെൻ നെക്സ്റ്റ്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് 85 ആണ്. ഫസ്റ്റ് സിംഗപ്പൂരാണ്. കുറച്ച് വർഷങ്ങളായിട്ട് സിംഗപ്പൂരാണ് വരാറുള്ളത്. സോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ആണ് പറയുന്നത്. ഇന്ത്യയുടെ റാങ്ക് 85. ഇനി നോക്കൂ, ഈ പറഞ്ഞതെല്ലാം ഞാൻ 2025 ആണ്. അവ നോട്ട് ചെയ്തേക്കണം. ബുക്കിലേക്ക് എഴുതിയെടുക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്യണം. സി, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക് 118. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 130. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ഇന്ത്യ റാങ്ക്സ് 96. ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 46. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 42. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 85. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇത് എഴുതിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്കിങ്ങിൽ വന്നിരിക്കുന്ന രാജ്യങ്ങളാണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ബാക്കിയൊക്കെ ഇന്ത്യയുടെ റാങ്കിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 ആണ്. 2025 ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്, കാലാവസ്ഥാ വ്യതിയാന പെർഫോമൻസ് ഇൻഡെക്സിൽ 2025 ഇന്ത്യയുടെ റാങ്ക് 10 ആണ്. 1, 2, 3 റാങ്ക് ആഗോളതലത്തിൽ ഒഴിഞ്ഞു കിടക്കുവാണ്, വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്. കാരണം അവരുടെ ക്രൈറ്റീരിയ ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല. 4ാം റാങ്കിങ്ങിന് വന്നിരിക്കുന്നത് എന്താണ്? ഡെൻമാർക്കാണ്. അപ്പോൾ 1, 2, 3 സ്ഥാനം അത് വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് വന്നിട്ട് 10 ആണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് 2025 ഇൻഡെക്സ് ഇന്ത്യ റാങ്ക്സ് 10. നെക്സ്റ്റ്, വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ്
ഇൻഡെക്സ് 2025 2025 വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 25 ആണ്. US ആണ് റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 4 ആണ്. US ആണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 14. ബൂർക്കിന ഫസോയാണ് ഫസ്റ്റ് വന്നത്. ടെററിസം ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നതിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബൂർക്കിന ഫസോയിലാണ്. രണ്ടാമത് നടക്കുന്നത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ്. അപ്പോൾ സെക്കൻഡ് റാങ്കിങ്ങിലാണ്, ടെററിസം ഇൻഡെക്സിൻ്റെ സെക്കൻഡ് റാങ്കിങ്ങിലാണ് പാകിസ്ഥാൻ കിടക്കുന്നത്. നമ്മളോ 14ാമതാണ് കേട്ടോ. നെക്സ്റ്റ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 2025 എന്താ പറയുക, ഗ്ലോബൽ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഐസ്ലൻഡാണ് 1ാം സ്ഥാനം. ഇത് ഞാൻ വിട്ടതല്ല, മനഃപൂർവ്വം വിട്ടതാണ്. കാരണം ഇത് മാത്രം 2024 വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഞാൻ റൗണ്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 39, 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഇതിൻ്റെ 2025 റിപ്പോർട്ട് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലും റിലീസ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തിയിട്ടേക്കോ, നിങ്ങളുടെ കമൻറ്റായിട്ടൊന്ന് ഇട്ടേക്കുക കേട്ടോ. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് 2025 ഇന്ത്യ റാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ റാങ്കും ഫസ്റ്റ് റാങ്കും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ഇത് എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ഒരു സമയത്ത് കേട്ടല്ലോ. അപ്പോൾ നോക്കൂ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 10. വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 25. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 4. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 14. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യ റാങ്ക്സ് 39. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 ഇന്ത്യ റാങ്ക്സ് 116. അപ്പോൾ ഇത് പഠിക്കുമ്പം നമുക്കറിയാം, ഇത് നമുക്ക് ഇപ്പം തന്നെ എല്ലാം ഒന്നും തലയിൽ കയറുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഇത് പഠിച്ച് നമ്മുടെ മെമ്മറിയിൽ നമ്മളെ കൊണ്ട് നിർത്താനും പറ്റത്തില്ല. കാരണം ഇതെല്ലാം നമ്പേഴ്സാണ്. അതിനിടയിൽ കുറച്ച് ഫസ്റ്റ് റാങ്ക് പറയുന്ന കുറേ രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ PSC എക്സാമിനേഷൻ ഇതുപോലത്തെ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സ് ആക്കി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ട് കണ്ട ഒരു മെത്തേഡ് ഇതാണ്. നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ പഠിക്കുന്ന അന്ന് രാവിലെ ഒരു 5 എണ്ണം അങ്ങ് പഠിക്കുക. ആദ്യത്തെ ഒരു 5 എണ്ണം അങ്ങ് പഠിക്കുക. പഠിച്ച് അതിനെ ഒന്ന് തറവാക്കാൻ ശ്രമിക്കുക. റാങ്കിങ്ങും ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഒന്ന് തറവാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഉച്ചയായി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്നത് റിവൈസ് ചെയ്യുക. ബുക്ക് എടുക്കണ്ട, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്താലും മതി. അതാണല്ലോ ബുക്ക് എടുക്കുന്നതിൽ ഈസി. എന്നിട്ട് അതൊന്ന് റിവൈസ് ചെയ്യുക. നൈറ്റും നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്യുക. പിറ്റേ ദിവസം മോർണിംഗ് എണീക്കുമ്പോഴും ആ 5 കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അത് ഓക്കെ ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 5 എണ്ണം പഠിക്കുക. എന്നിട്ട് അതും ഈ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. പക്ഷെ ഉച്ചയ്ക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, തലേന്ന് പഠിച്ച 5 എണ്ണവും കൂടി അതിനകത്ത് റിവൈസ് ചെയ്യണം. ടോട്ടൽ 10 എണ്ണം നമുക്ക് റിവിഷൻ വരും. അങ്ങനെ നമ്മൾ 2-3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ അതിനെ നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്യുന്ന ടെക്നിക്ക് വരിക. പിന്നെ 2 ദിവസത്തെ ഒരിക്കൽ റിവൈസ് ചെയ്യുക. പിന്നെ ആഴ്ച ഒരിക്കൽ റിവൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് അങ്ങ് ഒതുങ്ങിക്കോളും കേട്ടോ. അല്ലാതെ നമുക്ക് അറ്റ സ്ട്രെച്ചിൽ കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. കാരണം നിൽക്കത്തില്ല, അല്ലെങ്കിൽ അത്രയും നല്ല ഷാർപ്പായിട്ടുള്ളവർക്കൊക്കെ അതൊക്കെ നിൽക്കുകയുള്ളൂ. എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. വാങ്ങിയ എല്ലാവർക്കും അറിയാം. വേണ്ടവർ ഈ തന്നിരിക്കുന്ന നമ്പർ 8086137962 എന്ന നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാം. ബുക്ക് വാങ്ങുന്നവർക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ബുക്കിന് 82 ഫ്രീ ക്ലാസ് ഉണ്ട്. 82 ഫ്രീ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിനെ പേടിക്കേണ്ട. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിന് ഒരു ക്ലാസ്സും എങ്ങും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും സൂചനകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.